കൂട്ടുകാരെ, റെയിൻഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ആമ്പൽ വെറൈറ്റീസുകളാണ്. നമ്മുടെ ഇതിലുള്ള കുറച്ച് ആമ്പൽ വെറൈറ്റീസാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 4-5 വെറൈറ്റീസ് ബ്ലൂം ചെയ്ത് നിൽപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ വെറൈറ്റീസൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. 5 വാട്ടർ ലില്ലിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഉള്ളത് കോറൽ സ്കൈ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് കോറൽ സ്കൈ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആമ്പലാണ്. നല്ല ഒരു വെറൈറ്റിയാണ്. ഏകദേശം മൾട്ടി പെറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, സിംഗിൾ പെറ്റൽ തന്നെയാണ്. നല്ല കളറാണ്, കറക്റ്റ് പിങ്ക് കളറാണ്. പക്ഷേ ഇതിൻ്റെ പേര് കോറൽ സ്കൈ എന്നാണ്. ഇത് പണ്ടേ ഉള്ളൊരു വെറൈറ്റിയാണ്. നമ്മൾ ഒരു സമയത്തൊക്കെ നല്ല വിലയുള്ള ഒരു വാട്ടർ ലില്ലി ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അത്രയൊന്നും ആ ഒരു റേറ്റ് ഒന്നും ഇല്ല, ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയാണ്. കറക്റ്റ് പിങ്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു വാട്ടർ ലില്ലിയാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ്. ഇതാണ്ട് ഇല കണ്ടോ. ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ ഇലകളൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഇലയാണിത്. പിന്നെ നമ്മൾ കൂത്താടിയൊക്കെ വരാതിരിക്കാൻ അസോളയാണിത്. ഇത് അസോള പായലിട്ടേക്കാണ്, കൂത്താടിയൊന്നും വരാതിരിക്കാൻ. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമ്മൾ പരിചയപ്പെട്ടു. ഇതിൻ്റെ തൈ കിട്ടുന്നത് നമുക്ക് കിഴങ്ങ് വഴിയാണ്. ഇതിൽ അടിയിൽ കിഴങ്ങ് കാണും. അപ്പോൾ ആ കിഴങ്ങ് വഴി നമുക്ക് ചെറിയതായി ഇതേപോലെ ഇല വരുന്നുണ്ടോ, ഇത് സ്പ്രൗട്ട് ചെയ്ത് വരുന്നേ കിഴങ്ങ്. അപ്പോൾ നമ്മൾ ആ കിഴങ്ങ് വീണ്ടും എടുത്ത് നട്ടാൽ മതി. പുതിയ പുതിയ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കാം. അടുത്ത വെറൈറ്റി വരുന്നത് ബുൾസൈ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഇതാണത്, ബുൾസൈ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു വെറൈറ്റി പേര് തന്നെയാണ് ബുൾസൈ. പക്ഷെ നമ്മുടെ ഇതിൻ്റെ കളറ് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ബുൾസൈ എന്നൊക്കെ വിചാരിക്കുമ്പോൾ വേറൊരു കളറാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കണ്ടോ, നല്ല ഡീപ്പ് മജന്തയാണ്. റെഡാണോ എന്ന് ചോദിച്ചാൽ റെഡും അല്ല, എന്നാൽ ഡീപ്പ് മജന്ത കളറാണ്. നല്ല റെഡ് വേണ്ടുന്നവർക്കും അല്ലെങ്കിൽ ഡീപ്പ് മജന്ത കളർ വേണ്ടുന്നവർക്ക് നല്ലൊരു വെറൈറ്റിയാണ് ബുൾസൈ. ഇതും നമുക്ക് കിഴങ്ങ് വഴിയാണ് ഇതിൻ്റെയും തൈ ഉൽപ്പാദനം കിട്ടുന്നത്. നമുക്ക് തൈ ഇതിൻ്റെ മെച്ചുറാകുമ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് അടിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് പുതിയ തൈ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൽ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഇല ഇതേപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഇങ്ങനെ ചെറിയ പുള്ളി പോലെ വരും. ദാണ്ട് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇലയുടെ ബാക്ക് സൈഡ് നമുക്കറിയാൻ പറ്റും. ഇതേപോലെ റെഡ് കളർ വരുന്നത് ബുൾസൈക്കാണ് കൂടുതലും വരുന്നത്. പല വെറൈറ്റീസിനും ഇത് വരുന്നുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ബുൾസൈയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല വെറൈറ്റീസിനും ഈ റെഡ് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇത് കിഴങ്ങ് ആണ് ഇതിൻ്റെ നമുക്ക് നടിയിലായിട്ട് പറ്റുന്നത്. അപ്പോൾ ബുൾസൈ നല്ലൊരു വെറൈറ്റിയാണ്, ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കാം. അടുത്തത് മിയാമി റോസ് എന്നറിയപ്പെടുന്ന ഒരു ബിഗിനർ ലിയാണിത്. മിയാമി റോസ്, ഇതും മജന്ത കളറാണ് വരുന്നത്. ഡാർക്ക് മജന്ത അല്ല, എന്നാൽ പോലും ഒരു മജന്ത കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇലകളൊക്കെ ഇതാ ഇതേപോലെയാണ്, നല്ല ഡിസൈൻ പാറ്റേൺ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ ഇലയൊക്കെ. ഇത് മെച്ചുറാവും തോറും ഈ എഡ്ജൊക്കെ ഡാർക്കായിട്ട് വരും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇലയിൽ നല്ല ബ്രൗണിഷായിട്ട് ഡിസൈൻ പോലെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഈ മിയാമി റോസിനുണ്ട്. മിയാമി റോസ് ഇന്നിപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് വിരിഞ്ഞിട്ടില്ല. നാളെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നാളെ നല്ലപോലെ വിരിയുമെന്ന് തോന്നുന്നു. മഴയൊക്കെ ആകുമ്പോൾ ഇതൊന്ന് കൂമ്പി പോലെ നിൽക്കും, ഫുള്ള് വിരിയത്തില്ല. ചില വാട്ടർ ലില്ലി അങ്ങനെയാണ്. അപ്പോൾ ഇതും നമുക്ക് കിഴങ്ങ് ശരിക്ക് തൈ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. മിയാമി റോസിനുള്ളൊരു പ്രത്യേകത, മിയാമിക്ക് 5-6 നമുക്ക് കിഴങ്ങ് അടിയിൽ നിന്ന് കിട്ടും ഒരു മെച്ചുറാവുമ്പം. അപ്പോൾ അതെടുത്ത് നമുക്ക് പുതിയ തൈ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ് മിയാമി റോസ്. അപ്പം മജന്ത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. ഇത് വിരിഞ്ഞിട്ടില്ല, ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കാണിക്കായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വാട്ടർ ലില്ലി ഏതാണെന്ന് നോക്കാം. അടുത്ത വരുന്നത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കൽ സൺസെറ്റ്
ഇതൊരു സൺസെറ്റിൻ്റെ ഒരു കളർ വരുന്ന ഒരു ഷെയ്ഡാണ്. ഒരു യെല്ലോ ഓറഞ്ച് എന്നൊക്കെ പറയാം. കറക്റ്റ് യെല്ലോ ഓറഞ്ച് ഒരു ചെറിയ മജന്തയൊക്കെ വരുന്നുണ്ട് എഡ്ജിൽ. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കൽ സൺസെറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഒരു ബിഗിനേഴ്സ് ചോയ്സാണ്. വലിയ റേറ്റുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല ഇതൊന്നും. നോർമൽ വെറൈറ്റീസാണ്. ഇതിനും ഇലയ്ക്കൊക്കെ ഷെയ്ഡുണ്ട്. ഒരു സമയത്ത് ഇതൊരു ട്രെൻഡിങ് ആയിരുന്നു ട്രോപ്പിക്കൽ സൺസെറ്റൊക്കെ. ഇപ്പോൾ അത്രയും എല്ലാവരുടെയും കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റി. എന്താ ഇതിൻ്റെ ബാക്കിൽ ചെറിയ റെഡുണ്ട്. നമ്മൾ ബുൾസൈക്ക് കണ്ട പോലെ തന്നെ ഇതിനും ചെറിയ റെഡുണ്ട്. കണ്ടോ, വ്യത്യാസമുണ്ട് പക്ഷേ. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പാറ്റേൺ ഇതാണ്. മെച്ചുറാകുമ്പോൾ ഈ റെഡൊക്കെ അങ്ങ് പോകും. കണ്ടോ, നല്ല ഗ്രീൻ ലീഫാണ്. ഇതും കിഴങ്ങ് വഴിയാണ് നമുക്ക് ഇതിൻ്റെ തൈ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. നമുക്ക് കിഴങ്ങ് നല്ല രീതിയിൽ ഇതിൽ നിന്ന് കിട്ടും. ഇത് മെച്ചുറായി ഫ്ലവറിങ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിഴങ്ങ് എടുത്ത് നമ്മൾ നട്ടാൽ മതി. പുതിയ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ 4 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഒരു വെറൈറ്റിയും കൂടെ നമുക്ക് പരിചയപ്പെടാറുണ്ട്. അപ്പോൾ 4 വെറൈറ്റി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രോപ്പിക്കൽ സൺസെറ്റ്. നല്ലൊരു വെറൈറ്റിയാണ്, ബിഗിനേഴ്സിന് പറ്റിയ വെറൈറ്റിയാണ്. അടുത്ത വെറൈറ്റി ആയിട്ട് വരുന്നത് ബ്ലൂ വിസിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബ്ലൂ വിസിൽ എല്ലാവർക്കും അറിയാവുന്നൊരു വെറൈറ്റിയാണ്. അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ്. എപ്പോഴും ഫ്ലവർ കിട്ടുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. ബ്ലൂ വിസിൽ നല്ല കളറുമാണ്. നല്ല ബ്ലൂ ഷെയ്ഡ് വരും. ഒരു ദിവസം മജന്തയും ഒരു ദിവസം ബ്ലൂവും വരും. ചെറിയ ഡിഫറൻസ് വരും ഓരോ ദിവസവും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇത് വിവി പാരസ് ആണ്. നമ്മൾ ഈ മെച്ചുറായിട്ടുള്ള ഇലയിൽ നിന്ന് നമുക്ക് തൈ കിട്ടുന്നൊരു വെറൈറ്റിയാണ്. കണ്ടോ, ഈ ഒരു നോഡ് കണ്ടോ ഇലയുടെ നടുക്ക്, ആ നോഡ് വഴി നമുക്ക് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മെച്ചുറായിട്ടുള്ളതായി ഇതേപോലുള്ള പഴുത്ത ഇലകൾ കാണിച്ചു തരാം. വേണ്ടേ, ഉണ്ട് പഴുത്ത ഇലകൾ ഇതേപോലെ. ഈ നോഡ് കണ്ടോ, ഈ നോഡ് എടുത്ത് ഇങ്ങനെ തല തിരിച്ചിട്ടാൽ മതി, നമുക്ക് തൈ കിളിപ്പിച്ചെടുക്കാം. ഇത് വിവി പാരസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വിവി പാരസ് വെറൈറ്റിയാണ്. നമുക്ക് ഇലയിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിന് കിഴങ്ങും അടിയിലും ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഇലകളിൽ നിന്ന് തൈകൾ കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ ബ്ലൂ വിസിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം നമുക്ക്. ഇലയുടെ ഏകദേശം ചെറിയൊരു റെഡ് പോലെ വരും. ഒരു കുത്തുണ്ട് ഇതിൽ, ചെറിയൊരു സ്പാർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ വെറൈറ്റിയാണ് 5ാമത്തെ വെറൈറ്റി ബ്ലൂ വിസിൽ. അപ്പം നമ്മൾ 5 ടൈപ്പ് വാട്ടർ ലില്ലിയാണ് ഇന്ന് പരിചയപ്പെട്ടത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത്, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, ബൈ. Welcome to Rain Garden, where nature thrives.